ഡി ജി പി ജേക്കബ് തോമസിനെതിരെ നടപടി വേണ്ടെന്ന് രമേശ് ചെന്നിത്തല. ജീവൻ കുമാർ തിരുവനന്തപുരത്ത് നിന്നും. ജീവൻ, ഏതു സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രിയുടെ നിലപാട്? പ്രദീപ്, ജേക്കബ് തോമസിനെതിരായ നടപടി കാര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ഏത് തരത്തിലുള്ള നടപടി കൈക്കൊള്ളണം എന്നതിനെ സംബന്ധിച്ച് ഒരു ഏകാഭിപ്രായം രൂപപ്പെടാത്തത്. അതിന്റെ പ്രതിഫലനം എന്നോണമാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ ജേക്കബ് തോമസിനെതിരെ നടപടി വേണ്ടതില്ല എന്ന തരത്തിൽ രമേശ് ചെന്നിത്തലയുടെ അടുത്ത വൃത്തങ്ങൾ മനസ്സ് തുറന്നിരിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ ആത്യന്തികമായി നടപടി സ്വീകരിക്കേണ്ടത് മുഖ്യമന്ത്രി, അഖിലേന്ത്യാ സർവീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്. അതിനാൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിടുക എന്ന തന്ത്രമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഋഷാദ് സിംഗിനെതിരായ നടപടി വിഷയമുണ്ടായപ്പോഴും ഈ കാര്യത്തിൽ നടപടി എടുക്കേണ്ടതില്ല എന്നതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഏകാഭിപ്രായം. നേരത്തെ ഇത് സംബന്ധിച്ച് മറുപടി നൽകിയതിനു ശേഷം രമേശ് ചെന്നിത്തലയെ ജേക്കബ് തോമസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വെച്ച് കാണുകയും ചെയ്തിരുന്നു. അന്ന് ജേക്കബ് തോമസിനോട് രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രിയെ ഈ വിഷയത്തിൽ നേരിൽ കണ്ട് വിശദീകരണം പറയണമെന്നതായിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ ജേക്കബ് തോമസ് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. ഒരുപക്ഷെ ജേക്കബ് തോമസ് നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുകയാണെങ്കിൽ നടപടി ഒഴിവാക്കാം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ നടപടി ഒഴിവാക്കാം എന്ന ഒരു നിർദ്ദേശവും ഈ കാര്യത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തല വളരെ സമർത്ഥമായി പന്ത് തന്റെ കോർട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. പ്രദീപ്, ജീവൻ, ഉദ്യോഗസ്ഥരുടെ, പോലീസിലെ, ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റമായി കഴിഞ്ഞാലും നിയമനങ്ങളായി കഴിഞ്ഞാലും ഒക്കെ ഇപ്പോൾ വിജിലൻസ് തലപ്പത്ത് വന്ന നിയമനമടക്കം ഒരു ആക്ഷേപം പോലീസ് വകുപ്പിൽ തന്നെ ഉയരുന്നത് ആഭ്യന്തരമന്ത്രിയെ അറിയാതെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അമിത ഇടപെടൽ, ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഇത്തരം വിമർശനങ്ങളുടെ സാധുത എത്രമാത്രമാണ്? അടിസ്ഥാനമുണ്ടോ ഇക്കാര്യങ്ങൾക്ക്? മുഖ്യമന്ത്രി നേരത്തെ 2011 കോടതിയുടെ പരാമർശത്തിന് വിധേയനാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി തന്നെയായിരുന്നു പോലീസിന്റെ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഈ വകുപ്പിന്റെ ചുമതല കൈമാറിയത്. തുടർന്ന് പക്ഷേ എന്നിരുന്നാൽ പോലും സംസ്ഥാന പോലീസ് സേനയിലെ ഏതാണ്ട് മുഴുവൻ അംഗങ്ങൾക്കും രമേശ് ചെന്നിത്തലയേക്കാൾ കൂടുതൽ കൂറ് മുഖ്യമന്ത്രിയോടാണ് എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ്. പല ഘട്ടങ്ങളിലും ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനങ്ങളെ ബൈപ്പാസ് ചെയ്യുന്ന തരത്തിലേക്ക് സ്വാധീനവും മുഖ്യമന്ത്രിക്ക് IPS ലോബിയിലുണ്ട്. ഇതാകെ പ്രയോജനപ്പെടുത്തി മുഖ്യമന്ത്രി പല തീരുമാനങ്ങളും എടുക്കാറുണ്ട്. എന്നാൽ ജേക്കബ് തോമസിന്റെ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ഈ കാര്യത്തിലുള്ള ഒരു ശുപാർശ, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയുടെ ഈ കാര്യത്തിൽ നിലപാട് വളരെ നിർണായകമാണ്. കാരണം ആഭ്യന്തരമന്ത്രിക്ക് നടപടി എടുക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ അത് തീർച്ചയായും നടപടി കാര്യത്തിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത് ജേക്കബ് തോമസിനെതിരെ നടപടിയുടെ കാര്യത്തിൽ അത് എനിക്ക് വിടൂ, അത് എന്റെ പ്രൊറോഗേറ്റീവ് ആണ് എന്നാണ് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഇനി മുഖ്യമന്ത്രിയുടെ അടുത്താണ് എല്ലാ കണ്ണുകളും ഉള്ളത്. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ എന്ത് വിശദീകരണമായിരിക്കും ഈ കാര്യത്തിൽ നൽകുക എന്നുള്ളത്. ജേക്കബ് തോമസിനെതിരായ നടപടി എടുക്കണമെങ്കിൽ പോലും ഇനി ആദ്യഘട്ടത്തിൽ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കാട്ടി ജേക്കബ് തോമസിന് വീണ്ടും കത്ത് കൊടുക്കേണ്ടതായി വരും. അങ്ങനെ വരികയാണെങ്കിൽ ഒരു സമിതിയായിരിക്കും രൂപീകരിക്കുക. ആ സമിതിയിൽ 2 അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ ഉണ്ടാവും. അതിൽ ഹോം സെക്രട്ടറി അടക്കമുള്ളവരുണ്ടാവും. സംസ്ഥാന പോലീസിലെ DGP, ലോ ആൻഡ് ഓർഡർ DGP ഉണ്ടാവും. ആ സമിതി നൽകുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ജേക്കബ് തോമസിനെതിരെ നടപടിയെടുക്കാൻ ആവുകയുള്ളൂ. പ്രദീപ്, അത്തരത്തിൽ തന്നെ വരുമ്പോൾ ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം DGPയും അതോടൊപ്പം ജേക്കബ് തോമസും പരസ്യമായി തങ്ങളുടെ നിലപാടുകൾ ഇരുവരും 2 ധ്രുവങ്ങളിലായി നിന്നുകൊണ്ട് സേനയിൽ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത വിഭജനം ആശയപരമായി രണ്ടുപേരെയും പിന്താങ്ങിക്കൊണ്ട് ഇതൊക്കെ പരിഹരിക്കുന്ന തരത്തിലേക്ക് ആഭ്യന്തരമന്ത്രിയുടെ ഈ നിലപാട് മാറുമോ? ഒരുപക്ഷെ അദ്ദേഹം ചില സൂചനകൾ നൽകുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയിലേക്ക് പാസ് ചെയ്യുമ്പോൾ. പ്രദീപ്, അങ്ങനെ കരുതാനാവില്ല. കാരണം സേനയ്ക്കുള്ളിൽ ഉണ്ടായ അച്ചടക്കം അത് വളരെ പരമപ്രധാനമായി കണ്ടിരുന്നവരായിരുന്നു നേരത്തെ മുൻകാലയളവുകളിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. ആ കാര്യത്തിൽ കർശനമായ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറായിരുന്നില്ല. കാരണം 1994 ജയറാം പടിക്കലും അന്നത്തെ വിജിലൻസിന്റെ ADGP ആയിരുന്ന KJ ജോസഫും തമ്മിൽ തിരുവനന്തപുരം ടെന്നീസ് ക്ലബ്ബിൽ വെച്ചുണ്ടായ സംഘർഷത്തെ തുടർന്ന് തന്റെ വിശ്വസ്തനായ ജയറാം പടിക്കലിനോട് അവധിയിൽ പോകാൻ കരുണാകരൻ കൽപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥർ പോലും സേനയ്ക്കുള്ളിൽ അപമര്യാദയായി പെരുമാറുകയാണെങ്കിൽ അവരോട് അച്ചടക്ക നടപടി എടുക്കുക എന്നതായിരുന്നു
സേനയിൽ മുൻകാലത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നവർ കാട്ടിയിരുന്ന മാതൃക. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ കാര്യത്തിൽ ഒരു വല്ലാത്ത അയവ് പോലീസ് സേനയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ ഭരണം വല്ലാതെ നടക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭരണമാണ് സേനയിൽ നടക്കുന്നത് എന്ന അഭിപ്രായം പൊതുവിൽ കോൺഗ്രസിലുമുണ്ട്. അത് നിയന്ത്രിക്കാനാവുന്നില്ല. പ്രത്യേകിച്ച് അത് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ നിൽക്കുന്നു. മിനിസ്റ്റീരിയൽ വിഭാഗം പൂർണ്ണമായും ഐ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. സേനയ്ക്കുള്ളിലെ പ്രബലമായ വിഭാഗം എ ഗ്രൂപ്പിനുള്ള ഒപ്പവും നിലകൊള്ളുന്നു. ഇങ്ങനെ കടുത്ത വിഭാഗീയത സേനയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആഭ്യന്തര IPS സംവിധാനം ഒന്നടങ്കം മുഖ്യമന്ത്രിയുടെ കയ്യിലും ഇരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ഇത് സേനയിൽ കടുത്ത വിഭജനത്തിന് കാരണമാകുന്നു. അതിന്റെ അനുരണങ്ങളാണ് സെൻകുമാറും ജേക്കബ് തോമസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലൂടെ പുറത്താവുന്നതും. പ്രദീപ്.